മോർണിംഗ് റൊട്ടീൻ ഇടുമ്പോൾ എനിക്കൊരു സമാധാനം കേട്ടോ. എന്നെപ്പോലെ തന്നെ കുറച്ച് ആൾക്കാർക്കും കൂടി സമാധാനം ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടതിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. എന്നാൽ പിന്നെ ഇതാ കൂടുതലായിട്ട് വലിച്ചങ്ങോട്ട് നീട്ടണില്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. തട്ടിമുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം കടന്നു പോകണത്. ഇന്ന് ഇതാക്കണം മോർണിംഗ് റൊട്ടീൻ തന്നെയാണ്. അത് എടുക്കാനാണ് സുഖം, ഇഷ്ടവും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ആ ഒരു നല്ല ചൂടും ചുക്കാന്തിയിലും കൂടിയിട്ട് വീഡിയോ അങ്ങോട്ട് എടുക്കുമ്പോഴല്ല, ഇങ്ങടുത്ത് ഷെയർ ആക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനമുള്ളൂ. ഈവനിങ് ആകുമ്പോൾ അത്ര അങ്ങോട്ട് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ആകപ്പാട് എന്തൊക്കെയോ ഒരു ചെയ്യലും പോലെ ആവുമല്ലോ വൈകുന്നേരം ആകുമ്പോൾ. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നിങ്ങളെ കണ്ട് വീഡിയോ എടുത്ത് കാണിച്ചു തന്നാറുണ്ടല്ലോ, എനിക്കൊരു സമാധാനം കിട്ടലുണ്ട്. ഉച്ച കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചെയ്യലും കോലൊക്കെ മാറും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ വല്ലാത്ത അങ്ങോട്ട് വരാത്തത്. അപ്പോൾ അതവിടെ കേട്ടെ. ഇന്നത്തെ വീഡിയോ പറയുകയാണ് ഇതൊക്കെ തന്നെയാണ് നമ്മളെ നാട്ടിൻപുറം, പുഴ, പോത്ത്, അടിച്ചു വരൽ അങ്ങനത്തെ പരിപാടികൾ, അടുക്കളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. രാവിലെ ഞാൻ നേരത്തെ കാലത്ത് നീച്ചിട്ടുണ്ട്. നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു 4:45 അങ്ങോട്ട് തുടങ്ങാണ് എൻ്റെ പണികൾ. അപ്പോൾ 5 മണിയാകുമ്പോൾ മൂപ്പര് പണിക്ക് പോകും. പിന്നെ ഒരു 5:30 ആകുമ്പോൾ നമ്മൾ നടക്കാൻ പോകും. പിന്നെ 6:30 വരുള്ളൂ. അപ്പോൾ ഇന്ന് ഏതായാലും നടക്കാൻ പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അമ്മ വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു തലേന്ന് രാത്രി കേട്ടോ. ഒരു 7 മണിയോട് കൂടിയാണ് എത്തിയിട്ടുള്ളത്. അപ്പം രാവിലെ ഒരു കടന്നുറങ്ങാനായിട്ടാണ് അമ്മച്ചി വന്നിട്ടുള്ളത് കേട്ടോ. വെറുതെ വന്നത്, ഒരു കാര്യമില്ലാതെ വന്നതേന്ന്. അപ്പം രാവിലെ ഒരു 7 മണിയായപ്പോത്തിന് അമ്മ വീണ്ടും തിരിച്ചു പോയിട്ടുണ്ട്. ഞായറാഴ്ചയാകുമ്പം ഹോട്ടലിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. അതുകൊണ്ട് അമ്മ തലേന്ന് ഇവിടെ നിന്നിട്ട് പിറ്റേന്ന് രാവിലെ നേരത്തെ കാലത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വർത്താനം പറയാനും വീഡിയോ എടുക്കാനൊന്നും കൂടിയിട്ടില്ല. അപ്പം അതിന് ഞാനൊന്ന് ക്ഷമ ചോദിക്കുന്നുണ്ട്. ആരും ഒന്നും വീഡിയോ എടുക്കില്ല. പൊതുവെ നമുക്ക് വിരുന്നുകാർ ആരെങ്കിലും വരികയാണെങ്കിൽ വീഡിയോ പിടിച്ച് നിൽക്കാനുള്ള നേരം ഉണ്ടാവില്ല കേട്ടോ. ഓരോട് വർത്താനം പറയലും ഓൽക്കില്ല ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അമ്മ വരുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടാക്കലില്ല. കാരണം അമ്മ ഹോട്ടലിലാണ് പണിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറച്ചി മീനും കണ്ട് അമ്മക്ക് മടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ടാന്നാ പറയാം. വല്ല ഉപ്പേരിയോ ചമ്മന്തിയോ ഉണക്കമീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അമ്മക്ക് ഇഷ്ടം. അതുകൊണ്ടും തന്നെ ഇന്നലത്തെ ആ ഒരു ചോറും കൂട്ടാനും അങ്ങനെ സിമ്പിളിൽ ഒതുക്കി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അമ്മ പോയി കഴിഞ്ഞിട്ടില്ലേ കുറച്ച് നേരം ഞാനവിടെ അന്തവിട്ട് കുറച്ച് നേരം കൊണ്ട് ഇരുന്നു കേട്ടോ. രാത്രിൻ്റെ ഒരു ഇത്തിരി ഇടവേള മാത്രമാണ് അമ്മനെ കണ്ടിട്ടുള്ളത്. അങ്ങനെ രാവിലെ നേരം വെളുത്തപ്പോത്തിന് കണ്ണൻ അമ്മനെ കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഒരു 3 മാക്സസീല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മാക്സസീല എൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ട് ഇതുവരെ അടിച്ചിട്ടിട്ടില്ലായിരുന്നു ഞാൻ. അങ്ങനെ ഒരു 4 മാക്സസീല ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒന്നുള്ളത് ഞാൻ എൻ്റെ കയ്യിലില്ലത് അമ്മക്ക് കൊടുത്തു. അമ്മൻ്റെ കയ്യിലില്ല 3 ഞാൻ ഇങ്ങോട്ട് വാങ്ങിയെടുത്തിട്ടുണ്ട്. അമ്മ എനിക്കും മക്കൾക്കും ഒക്കെ പാടെ കൂടിയിട്ടാണ് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് കുഞ്ഞാറ്റക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഒരു 3 ഇത് മൂപ്പര എടുത്താലോ. ഈ ഒരു പച്ചയും അതേപോലെ തന്നെ ആ ചുവപ്പും കൂടിയിട്ട് അമ്മ കൊണ്ടുവന്നതാണ്. അങ്ങനെ 3 കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒന്ന് എടുത്ത് അടിക്കട്ടെ. ഏതായാലും കുറച്ച് നേരം നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും ഒന്ന് അടിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ ഉണ്ടത് അമ്മനെ കാണാത്തവർക്ക് കണ്ടിട്ടാണ്. അപ്പോൾ അമ്മയും അച്ചു കൂടിയാണ് നിൽക്കുന്നത്, അങ്ങളുടെ കുട്ടിയാട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് തോന അടിക്കാനുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളെ മീഷോ അമ്മക്ക് അയച്ചു തന്നതല്ല, നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് മാക്സിയിൽ കുറച്ച് തോനുണ്ട്. തോനയല്ല, ഒരു 3-4 അടിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. നമ്മളതാവുമ്പോൾ ഭയങ്കര ഡിലേ ആയിക്കാം കേട്ടോ. അടിച്ചിടാനായിട്ട് ഭയങ്കര ഡിലേ ആയിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ ഉഷാറാണ്, ഇന്ന് ഞാൻ അടിപൊളിയാണ്. അമ്മ കൊണ്ടുവന്നത് ചൂടോടുകൂടി അടിച്ചിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അടിക്കാൻ പുറത്തുത്തോലത് ഒരു 3-4 അതും കൂടി അടിക്കണം. പിന്നെ അതങ്ങനെ അമ്മ ഒരു കൂട്ടം കമ്മൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കളാരെങ്കിലും ഇടുക അറിയില്ല. നമ്മളെ കമ്മൽ എടുത്തോണ്ടും തന്നെ നമുക്ക് വലിയ ആവശ്യമില്ല, പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ വേണമെങ്കില്ല. അപ്പോൾ ഞാൻ വേഗം അടിക്കണം കേട്ടോ. സമയം 8 മണിയായിട്ടുണ്ട്. നമുക്കൊരു 9 മണിയാകുമ്പോഴത്തേന് പുഴയിൽ പോകണം. അതിൻ്റെ ഇടയിൽ ചായയും കടിയും കാര്യങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പോത്തോളയും കൊണ്ട് പോകണമല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു 8 മണിൻ്റെയും 9 മണിൻ്റെയും ഉള്ളിൽ നമുക്ക് ഈ ഒരു മാക്സി സീൽ അടിച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് അടിച്ചെടുക്കാം. ബുദ്ധനോട് പറഞ്ഞ കൂട്ടാണ് കേട്ടോ. പെട്ടെന്ന് തോന്നണം, ആ ഒരു നേരത്തെ എന്താ തോന്നുന്നത് അതാണ് ചെയ്ത് തീർക്കണം. അതാണ് എൻ്റെ ശീലം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പുതിയ മാക്സി അങ്ങോട്ട് ഇടാന്നുള്ളത്. കുറേ ദിവസമല്ലേ പുതിയത് ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് പുതിയ മാക്സിയാണ് ഇടുന്നത്. അപ്പോൾ വെട്ടലും അടിക്കലും ഷടപടയെന്ന് അതാ ഞാൻ പറഞ്ഞത്. ഒരു ചൂടുമ്പുകയാണ്. രാവിലത്തെ എല്ലാ പണികളും ഓരോരോ ചൂടുമ്പുകയിലെടുക്കുന്ന പണികളാണ്. അപ്പോൾ അത് വീഡിയോ എടുക്കുമ്പോഴല്ലോ അത് നിങ്ങൾക്കും തന്നെ ഒരു മോട്ടിവേഷനല്ല, അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും ഒരു രസമാണല്ലോ. രാവിലത്തെ ഒരു ചൂടുമ്പോൾ വീഡിയോ എടുക്കാനായിട്ട് കാണുന്നവർക്ക് ഒരു രസമാണ്. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഒരു 8:10 എന്നും പറഞ്ഞിട്ടില്ല വീഡിയോ ആവും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ എൻ്റെ മാക്സ് അടി ഏകദേശം നല്ല പൂർണ്ണമായിട്ടും ഒരു 10-20 മിനിറ്റ് കൊണ്ട് അടിച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനാൻ്റെ ആകുമ്പോൾ അങ്ങനെയുള്ളൂ, പടയാന്നില്ല, ഒറ്റ അടിയാണ്. അങ്ങനെ അടിച്ച് തീർന്നു. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ.
അപ്പോൾ മക്കളിതാ ഉറങ്ങുന്നുണ്ട്. ഒരാൾ നീച്ച എവിടെക്കോ പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ദൈശമോൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ താത്താൻ്റെ പേരക്കുട്ടിയാണ്, ഓള് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയല്ല മേക്കപ്പ് ഇട്ടാലേ രസം ഉണ്ടാകുള്ളൂ എന്നൊക്കെയാണ് ഓള് പറയണത്. എങ്ങനെ ഉണ്ട് ഞാൻ പെട്ടെന്ന് അടിച്ച മാക്സിമം ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അടിച്ചെടുത്തതാണ്. പോരായ്മകൾ ഉണ്ടെങ്കിലും പറഞ്ഞോളി. ഏതായാലും ഇങ്ങനെ അടിച്ചു തീർത്തല്ലോ, ഇനിയിപ്പോൾ അടുത്തേൽ നമുക്ക് ശരിയാക്കി എടുക്കാം. മേക്കപ്പ് ഇട്ടാലേ രസം ഉണ്ടാകുള്ളൂ. നല്ല രസമുണ്ട് ഇന്നെ കാണാൻ. കണ്ട പുതിയ മാക്സി അമ്മമ്മ കൊണ്ടുവന്ന മാക്സിയാണ്. അത് അടിച്ചിട്ടപ്പോൾ നല്ല രസമുണ്ട് ഇന്നെ കാണാൻ ഇല്ലേ. അമ്മമ്മ അടിച്ചു. ലിഫ്റ്റിക്ക് ഇട്ടാൽ അമ്മമ്മ അടിച്ചും. ലിഫ്റ്റിക്ക് ഇട്ടാൽ ഇമ്മമ്മ അടിക്കും. കമ്മശി കുളിച്ച് വരട്ടെ. ഞാൻ പുഴയെ പോയി കുളിച്ച് വന്നിട്ട് കൺമശിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇജ്ജ് വരുമോ? ആയിക്കോട്ടെ. അപ്പോൾ അനക്കും ഉക്കൊക്കെ മേക്കപ്പ് ഇടാം കേട്ടോ. അപ്പം ഞാൻ കുളിച്ച് വരട്ടെ. ഉറങ്ങല്ലേ ഇനി? ഉറങ്ങാണ് ഇനി. കണ്ടോ ഓളതവിടെ കടന്നുറങ്ങണം ഗൈസ്. കണ്ടോ നേരം സമയം 9 മണിയായി. ഓള് നീച്ചിട്ടില്ല അല്ലേ. ഓള് സ്കൂള് കള്ളത്തരാണ് നോക്കും. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞു. ഓളോട് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഞാൻ ഇരുന്ന് ഇനിയൊന്ന് കുളിക്കാൻ പോട്ടെ കേട്ടോ. പോത്തിന് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് ആണ് ഇപ്പോൾ ഈ തലയിൽ എണ്ണ ഇടാൻ നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ച് ആദ്യം ഇത്തിരി വെളിച്ചെണ്ണ തേക്കണം കേട്ടോ. ഇപ്പോൾ കുപ്പിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കലില്ല. കാരണം എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് കട്ടയാകാണ്. അപ്പോൾ അത് കട്ട ഉരുകാനായിട്ട് പെട്ടെന്ന് അടുക്കള പണി പെട്ടെന്നാണല്ലോ, അത് ഉരുകാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കും. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഉരുകിപ്പോവും. അങ്ങനെയാണുള്ളത്. ഇപ്പം ഞാൻ ഇതാകുന്നു, ഈ കവർന്ന് മാറ്റൽ തന്നെയല്ല, ഇപ്പം ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. എന്നാലും ഇത് തോണ്ടിയെടുക്കാമല്ലോ വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണ കവർ തന്നെയാണ്. അങ്ങനെ വെളിച്ചെണ്ണ ആദ്യം തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നമ്മൾ മുടിയിൽ എന്തെങ്കിലും തേക്കുന്നതിന് മുന്നേ ആദ്യം എണ്ണ, നിങ്ങളെന്ത് എണ്ണയാണ് തേക്കണത് അതൊന്ന് തേച്ച് പിടിപ്പിക്കണം. അല്ലെങ്കിൽ ആകപ്പാടെ മുടി പൊട്ടി നാശകൂശമാകും. അപ്പോൾ ഞാൻ സാധാ വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് തേക്കണത്. ഫസ്റ്റ് വെളിച്ചെണ്ണ തേച്ചിട്ട് എല്ലോടും വെളിച്ചെണ്ണ ഒക്കെ തേച്ചിട്ട് പിന്നെ എന്താ പാക്കില്ലത് അത് ഇടുക. ഇന്നിപ്പോൾ ഞാൻ ഏതായാലും മുട്ട തേക്കാമെന്നാണ് വിചാരിച്ചു. മുട്ടയും ഇത്തിരി വെളിച്ചെണ്ണയും കൂടി മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ തേക്കാട്ടോ. മുട്ടേൻ്റെ വെള്ളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. മഞ്ഞക്കുരു അവിടെ തന്നെ ഉണ്ട്. അത് വന്നിട്ട് നമുക്ക് പൊരിച്ച് കഴിക്കാം. അപ്പം മുട്ട നല്ല പ്രോട്ടീനാണല്ലോ, നമ്മൾ ശരീരത്തിനും അടിപൊളിയാണ്. പോരാത്തതിന് നമ്മളെ തലക്കും മുടിക്കും ഒക്കെ അടിപൊളിയാണോ എന്ന് തേച്ചിട്ടോളൂ കേട്ടോ. അപ്പോൾ അത് തേച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുഴയിലെത്തി. ഞാനിതാ പുഴയിലെത്തിയിട്ടുണ്ട്. സൂര്യൻ അതാണ് ഉച്ചസ്ഥായിലെത്തിയിട്ടുണ്ട്. കുളിക്കട്ടെ ടഞ്ഞ് തിരുമ്പി കുളിക്കട്ടെ. പോത്തളഞ്ഞവിടെ തിന്നോളും. ഒരാൾ തിന്നോ വെള്ളം കുടിക്കേ കടക്കേ എന്തെങ്കിലും ചെയ്തോട്ടെ. ഞാൻ പോവുകയാണ് കുളിക്കാൻ. മഷിക്കായ കണ്ടോ, മഷിക്കായ ഉണ്ടായിരുന്നു കുറേ. ഇവിടെ ഇരിക്കാനാ തോന്നുന്നു. അങ്ങനെ കുളി കഴിഞ്ഞ് ഞാനിതാക്കണം ദൈവം തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ ഇതാ കുഞ്ഞാറ്റയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഓള് സ്കൂളില്ലല്ലോ. അപ്പോൾ ഓള് പറഞ്ഞു ഞാനും കൂടി ഉണ്ട് കുളിക്കാൻ, എനിക്കുണ്ട് തിരുമ്പാന്. അപ്പോൾ ഓൾ ഇതാ തിരുമ്പി, ഞങ്ങൾ രണ്ടാളും കൂടി തിരുമ്പി കുളിച്ചിങ്ങോട്ട് പോന്നു. സമാധാനമായി. രാവിലെ തന്നെ പുഴയിൽ പോയിട്ടൊന്ന് മുങ്ങി വരുമ്പോണ്ടല്ലോ അതിൻ്റെ ഉള്ള ഒരു സമാധാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നല്ലൊരു സുഖമാണ് കേട്ടോ. നല്ല മഞ്ഞല്ല, കുറച്ച് വെയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി 8-9 മണിയൊക്കെ ആകുമ്പോഴാണല്ലോ പോണത്. ഒന്നാമത് പോത്തിനെ കെട്ടാൻ പോകണം. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുളി കഴിഞ്ഞ് ഇനി ചെന്നിട്ട് വേണം നല്ലൊരു ഗംഭീരമായിട്ട് ചായ കുടിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പേരാണ് കമ്മ്യൂണിസ്റ്റപ്പ. ഞങ്ങളിതിന് അപ്പൻ്റെ എന്ന് പറയും. അപ്പം മുറിയൊക്കെ ഉണ്ടാകുമ്പോൾ അതാണ് ഇതിൻ്റെ നീര് ഇടിച്ച് പിഴിഞ്ഞങ്ങോട്ട് ഇതാക്കിയുണ്ടല്ലോ പെട്ടെന്ന് മാറും കേട്ടോ. പിന്നെ അതാണ് സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഇതൊരു രസമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പൂവ് എടുത്താണ്ട് ഇങ്ങനെ ഞെരടി നോക്കിയാണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ കറുപ്പാണോ വെള്ളയാണോ കാപ്പിയാണോ നിറം നോക്കും. അങ്ങനത്തെ പുതിയ പിള്ളേരെ കിട്ടുകയെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ഒരു കാലം. നിങ്ങളുടെ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോയെന്നൊന്ന് കമൻറ്റ് ഇട്ടോളിയിട്ട് ആരോട് പറയണ്ട.
അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ പോണത്. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറ്റിയതല്ല, ഡ്രസ്സൊക്കെ ഉണക്കിയിട്ടു. ഉണക്കാനുള്ളതൊക്കെ ഉണക്കിയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് മേക്കപ്പ് കണ്ട് കടന്നു കേട്ടോ. മേക്കപ്പ് ഇട്ട് പോണതൊക്കെ ഇതാ അടുക്കളയൊക്കെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അടുക്കളയ്ക്കും വേണ്ട എന്തെങ്കിലും ഒരു മാറ്റം. നമുക്ക് പാത്രത്തിനെയും കുപ്പിയൊക്കെ കാണുമ്പോൾ എപ്പോഴും ഇതൊക്കെ ഈ ഒരു ചേലാണ് കോലാണെന്ന് പറയില്ലേ. അപ്പോൾ ഞാനൊന്ന് മിനിങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ചെറുതായിട്ടൊരു ബേബി പൗഡറൊക്കെ ഇട്ടു കേട്ടോ. അപ്പം നല്ല മണമാണ്, ബേബി പൗഡറിന് നല്ല മണമാണ്. പോരാത്തതിന് മുഖത്തിട്ടാലും നല്ലൊരു വൃത്തിയാണ് കേട്ടോ. മറ്റേ പൗഡറിൻ്റെ വെള്ളയൊന്നുമല്ല, ബേബി പൗഡർ ഇട്ടാൽ നല്ല രസമാണ്, മുഖം നല്ലൊരു മിനുസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഞാനിതാ പൊട്ടൊക്കെ വെച്ചു, പിന്നെ സിന്ദൂരൊക്കെ ഒന്നിട്ടു. പിന്നെ കണ്ണെഴുതുന്ന പരിപാടി കേട്ടോ. കണ്ണെഴുതുന്ന കാര്യം പറയുകയാണെങ്കിൽ കൺമഷിയൊന്നുമില്ല, കൺമഷി നല്ല എരിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ട് അതേപോലത്തെ ഒരു ട്യൂബ് വാങ്ങിയതാണ്. അതാണ് ഈ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പൊട്ടിച്ചിട്ട് വേണം കണ്ണിൽ എഴുതാനായിട്ട്. പിന്നെ അതൊരു ചെറിയൊരു ലിബാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ചുണ്ടൊക്കെ ഉണ്ടല്ലോ, നല്ല തണുപ്പ്. അത് കാരണം വേനൽക്കത്തെ പാടത്തേക്ക് നോക്കിയായിരിക്കട്ടെ നല്ല പോലെ വിണ്ട് കയറുന്നുണ്ട്. അപ്പം ലിബാമൊക്കെ ഇട്ട് നല്ല ഉഷാറായി ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. ഇങ്ങനെയൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ട് ഞാനിതാ ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പം ഞാനിതാക്കണ് നമ്മളെ ഹൈദി കണ്ടിട്ടാണ് ചായ കുടിക്കണത്. അവിടെ ഇഷമോളുണ്ട്, അപ്പോൾ നമ്മളെ ഉണ്ണിമോൾ നീച്ചിട്ടുണ്ട്. എല്ലാവരും ചായ കുടിക്കണം. ഞാനിത് അവിടെ ഇരുന്നാണ് ചായ കുടിക്കുന്നത്. ഇന്നലത്തെ രാത്രിക്കത്തെ സാമ്പാറും അതേപോലെ തന്നെ ഇന്നത്തെ ചൂട് ദോശയും കൂടി കൂട്ടിയിട്ട് ഞാനൊന്ന് ചായ കഴിക്കട്ടെ. പിന്നെ അമ്മ അതാകണം ഇന്നലെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കൂട്ടത്തിൽപ്പെട്ടതാണ് തേങ്ങ. പൊന്നാണല്ലോ, പൊന്ന്. അപ്പോൾ ഒരു 10 പൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് എടുത്താണ്ട് ഞാനൊരു ചമ്മന്തിയും കാര്യങ്ങളൊക്കെ അരക്കുന്നുണ്ട്. പിന്നെ ചോറ് വെക്കണം. ഇതൊക്കെ ഇന്നലത്തെ ആയിട്ട് അതൊക്കെ ഒന്ന് കഴുകണം. പിന്നെ സ്രാവ് പൊരിച്ചതാണ്. ഇവിടെ പൊതുവേ ഉണക്കമീൻ വാങ്ങലുമില്ല, പൊരിക്കലുമില്ല. അപ്പോൾ അമ്മ വന്നപ്പം എന്താ സ്പെഷ്യലായിട്ട് സ്രാവ് പൊരിച്ചതാണ്. അമ്മക്കത് മതി എന്ന് പറഞ്ഞ്. പിന്നെ പായസം കുടിക്കണം എന്ന് പറഞ്ഞൊരു രാത്രി തന്നെ. അപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കുടിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഭയങ്കര പായസം കുടിയിലായിരുന്നു. ഇതിൻ്റെ ഇടയിൽ അമ്മനെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല കേട്ടോ. തകൃതി പണി തന്നെയായിരുന്നു. അങ്ങനെ രാവിലെ ഇതാകണം ബാക്കി പായസം വന്നത് ഞാൻ കുറച്ചൊന്ന് ചൂടാക്കിയാണ്ടൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ പായസം കുടിച്ചപ്പോൾ എന്തോ ഒരു സന്തോഷം. പൊതുവേ മധുരത്തിനോട് കമ്പം കുറച്ച് കൂടുതലാണ്, അതുകൊണ്ടാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്ര തന്നെ ഉള്ളൂ. വലിച്ച് നീട്ടാൻ പാകത്തിനൊന്നുമില്ല. ഇഷ്ടമാകുകയാണെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യുക, ഹൈപ്പും കൂടി അടിച്ചോളിട്ടോ.